ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ വന്നത് ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. വെറൈറ്റി അല്ല, ഇതൊരു വൈറൽ റെസിപ്പി എന്നൊക്കെ പറയാം. ഈ ഇടയിൽ കുറച്ച് വൈറലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. വെള്ളത്തിലിട്ടിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു നല്ല എളുപ്പമായല്ലോ. എണ്ണയ്ക്കൊക്കെ ഭയങ്കര വില കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് എണ്ണയില്ലാതെ പൂരി ഉണ്ടാക്കാം, കൂടാതെ ഹെൽത്തിന് നല്ലതാണല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഞാനും ഉണ്ടാക്കി നോക്കി വൈറലായിട്ടുള്ള ആ പൂരി. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോഴാണ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വൈറൽ പൂരി ഉണ്ടാക്കാന്ന് മനസ്സിലാവുക. കാണാതിരിക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വൈറൽ പൂരി ഉണ്ടാക്കാൻ പോകാം. വൈറൽ പൂരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം ഞാൻ ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ടാണ് പൂരി ഉണ്ടാക്കാറ്. ജസ്റ്റ് ഒന്ന് ആ ഓയിൽ എല്ലാവിടേക്കും ഒന്ന് ആവുന്ന വിധത്തിൽ ചെറുതായിട്ട് മാത്രമേ ഓയിൽ ഒഴിക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിന് വെള്ളം. ഒരുപാട് വെള്ളം ഒഴിച്ച് ഒരിക്കലും പൂരി കുഴക്കരുത്. പൂരിക്ക് കുറച്ച് വെള്ളം കുറച്ച് കട്ടിയായി കുഴച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പൂരി അധികം ഓയിലൊന്നും ഇല്ലാതെ തന്നെ വറുത്തെടുക്കാം. പൂരിക്ക് മാവ് വൈറൽ പൂരിക്ക് സെയിം മാവ് തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എല്ലാം കുഴച്ച് വന്നതിലേക്ക് കുറച്ച് എണ്ണ ആക്കിയിട്ട് ജസ്റ്റ് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള മാവാണ് ഞാൻ കുഴച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതിന് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കിനി പരത്തിയെടുക്കാം. ഇനി ഇതാ ഒരു ഡസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതിലേക്ക് നമുക്ക് എടുത്ത് ചെറിയ ചെറിയ പൂരികളായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഓയിലിൽ വറുക്കുകയാണെങ്കിലും അതല്ലാതെ വറുക്കുകയാണെങ്കിലും ഒക്കെ വെറുതെ വേസ്റ്റ് ആവില്ല. അത്രയും എണ്ണ ഉപയോഗിക്കണ്ടല്ലോ. അപ്പം നമ്മുടെ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുന്ന പൂരി കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. സെയിം പ്രോസസ്സ് തന്നെയാണ്. പൂരി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തിന്നും ആവരുത്, ഒരുപാട് തിക്കുമല്ലാതെ ഒരു മീഡിയം കനത്തിൽ വേണം പൂരി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത് നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുന്നതാണെങ്കിലും അതല്ലാതെ ആണെങ്കിലും കണ്ടോ, ഒരു മീഡിയം തിക്നെസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 2 തരത്തിൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വൈറൽ പൂരി വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് ഒരു പൂരി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്നും നമുക്ക് നോക്കാട്ടോ. ഇതെങ്ങനെയാണ് പൊന്തി വരുന്നുണ്ടോ, നന്നായി പൊള്ളച്ച് വരുന്നുണ്ടോ എന്നെല്ലാം നമുക്കിതാ ഇങ്ങനെ നോക്കി നിൽക്കാം. ഇതിങ്ങനെ പൊങ്ങി വരിക മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് എത്രത്തോളം സമയം നമ്മൾ വെള്ളത്തിലിട്ടാലും ഇതൊരിക്കലും നമ്മുടെ സാധാരണ പൂരിമാരി പൊന്തി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ, ഇത് നോർമലായിട്ട് ഒരു ജസ്റ്റ് അത് ബോയിലാവുമ്പോൾ ജസ്റ്റ് ആ സാധനം ഒന്ന് മുകളിലേക്ക് വന്നു എന്ന് മാത്രം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് മറിച്ചിടാം. അപ്പോഴപ്പുറത്തെ സൈഡും കൂടി കുക്കാവുകയുള്ളൂ. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടുന്നുണ്ട്. ഇത് ഗോതമ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് എടുത്ത് ഒന്ന് മറിച്ചിടാം. ഇത് കുഴഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇനി ഇതേമാതിരി ഒരു 2 മിനിറ്റും കൂടി ഇടാം. ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് ഞാൻ എല്ലാവരും ഉണ്ടാക്കി കണ്ടു. കുറേ പേര് വൈറൽ പൂരി ഉണ്ടാക്കി കണ്ടു. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്തതായിരുന്നു എങ്ങനെ. അപ്പോൾ ഇതാ 2 ആയി. നമുക്കിതാ വാങ്ങിയെടുക്കാം. കണ്ടോ, ഇതാണ് വൈറൽ പൂരി, നമുക്ക് വെള്ളത്തിലിട്ടിട്ടുള്ള പൂരി. ഇനി നമുക്ക് ഒറിജിനൽ പൂരി എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതാ ഇങ്ങനെ ഇട്ട് നമ്മുടെ ഒരു ഇതിനെ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ്സായി കഴിഞ്ഞാൽ ആ പൂരി പൊങ്ങുന്നതും നമ്മുടെ വൈറൽ പൂരി പൊങ്ങുന്നതും ഒരുമാതിരിയാണോ ഉള്ളത്. ഇതാ ഒന്ന് മറിച്ചിടാം. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഈ പൂരി അധികം എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നമ്മൾ മാവിലൊന്ന് കുറച്ച് ശ്രദ്ധകൾ ചെലുത്തിയാൽ മതി. ഞാൻ ഒറിജിനലായിട്ട് അധികം എണ്ണയില്ലാതെ പൂരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വേണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. നോക്കൂ, കണ്ടോ, നമ്മുടെ ഒറിജിനൽ പൂരിയും ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഒറിജിനൽ പൂരിയും വൈറൽ പൂരിയും നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒറിജിനൽ പൂരി ഇതാട്ടോ, നോക്കിക്കോളൂ. ഇതൊന്ന് നമുക്ക് തുറന്നു നോക്കാം. എന്താ ഒറിജിനൽ പൂരിയുടെ ടേസ്റ്റും ഉള്ളൊക്കെ പെർഫെക്റ്റ്ലി കുക്ക്ഡാണ് നമ്മുടെ ഒറിജിനൽ പൂരി. കഴിക്കാനും സൂപ്പർ. ഇതായിരിക്കും നമ്മുടെ വെള്ളത്തിൽ വിട്ട് വേവിക്കുന്ന പൂരി. ഇത് കണ്ടോ, ജസ്റ്റ് വെന്ത ഒരു ഇതെന്നല്ലാതെ പ്രത്യേകിച്ച് അതിനൊരു ടേസ്റ്റൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. വെന്തിട്ടുണ്ട്, ദാറ്റ്സ് ഓൾ. അപ്പം നമ്മുടെ ഒറിജിനൽ പൂരിയും വൈറൽ പൂരിയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയുണ്ടെന്ന് കണ്ടല്ലോ. അപ്പോൾ ഈ ഉണ്ടാക്കിയ വൈറൽ പൂരിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂരിയാണെന്ന് തോന്നിയോ? എനിക്ക് കഴിച്ചപ്പോൾ അങ്ങനെ പൂരി ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പൂരിയുടെ ഗുണമോ ടേസ്റ്റോ ഒന്നും തന്നെ ആ പൂരിക്കുള്ളതായി തോന്നിയില്ല. അതൊരു വേറൊരു ഡിഷ് തന്നെയാണ്. അതൊരിക്കലും പൂരി എന്ന് വിളിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും.
വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.